എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഞാനിതിനു മുമ്പ് ചെയ്തൊരു വീഡിയോൻ്റെ കണ്ടിന്യൂവേഷനാണ്. അതായത് ബദാം മുളപ്പിച്ചെടുത്തു ഫ്രിഡ്ജിൽ വെച്ച് 21 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് മുളപ്പിച്ചെടുത്ത ബദാം ആ ചെപ്പിൽ നിന്ന് മാറ്റി ഗ്രോ ബാഗുകളിലേക്ക് മാറ്റണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തത് 6 ചെറിയ ഗ്രോ ബാഗുകളാണ്. ക്ലിയർ ഗ്രോ ബാഗാണ്. ഇത് ഫുഡ് പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന കവറുകളാണ്. നല്ല കട്ടിയുള്ളതാണ്. ഞാനത് ടൗണിൽ മാർക്കറ്റിൽ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അതിലേറ്റവും അടിയിൽ നമ്മൾ കരിയില ലേറ്ററിൽ ഏകദേശം 1/4 4/1 കരിയില, മാവിൻ്റെ, പ്ലാവിൻ്റെ, മറ്റു പല ചെടികളുടെയും ഇലകളാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ആ ബാഗിൻ്റെ അടിയിലൊക്കെ കരിയിലയാണ്. അതിൻ്റെ മുകളിൽ നമ്മളൊരു മിശ്രിതം മണ്ണും മണ്ണിര കമ്പോസ്റ്റും ചേർത്ത ഒരു മിശ്രിതം അതിൻ്റെ മുകളിൽ, അതിലാണ് നമ്മൾ ഈ മുളച്ച ബദാമിൻ്റെ വിത്തുകൾ നടാൻ പോകുന്നത്. ഇതാ ഇപ്പം നിങ്ങൾക്ക് കാണാം, ചെറിയ കുഞ്ഞി കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിൽ മുളച്ച, ഇതാ നിങ്ങൾക്ക് കാണാം, മുളച്ച ബദാമിൻ്റെ വിത്തുകൾ 2 എണ്ണം വെച്ച് ഓരോ ബാഗിൽ നടുകയാണ്. അത് തണലത്താണ് വെച്ചിരിക്കുന്നത്. വീടിൻ്റെ വരാന്തയിലാണ്, പുറത്തല്ല. കാരണം അമിതമായിട്ടുള്ള ചൂട്, ഇപ്പോഴും ചൂട് നല്ലപോലെ ഉണ്ട് അന്തരീക്ഷത്തിൽ. 2 മഴ കിട്ടിയെങ്കിലും ചൂട് അല്പേ കുറഞ്ഞിട്ടുള്ള, കാര്യമായിട്ട് കുറഞ്ഞിട്ടില്ല. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ഇപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെടിയൊന്ന് മുളച്ച് കുറച്ച് വലുതായതിന് ശേഷം നമുക്ക് അല്പം വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. എന്നാലും പൊതുവെ അധികം വെയിൽ, കഠിനമായിട്ടുള്ള വെയിൽ ഇതിനാവശ്യമില്ല. ഒരു മീഡിയം വെയിൽ കിട്ടിയാൽ മതി. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെപ്പിൽ മുളച്ച ബദാമിൻ്റെ വിത്തുകൾ നമ്മൾ മാറ്റി ഗ്രോ ബാഗിലേക്ക് മാറ്റുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഈ വിത്തുകൾ, മുളച്ച വിത്തുകൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു കൊച്ചു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതും അതുപോലെ ഒരു കൊച്ചു വീഡിയോ ആണ്. ഇനി ഇത് മൂന്നാമതൊരു വീഡിയോ വരും. അതിൽ ഇത് തൈകളായിട്ട് നിൽക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കും. പിന്നീട് അത് നന്നായി വളർന്നു വരികയാണെങ്കിൽ, പൂവിട്ട് കായ ഉണ്ടാവുകയാണെങ്കിൽ അതും ഞാൻ നിങ്ങളെ കാണിക്കും. അപ്പോഴേ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. എന്തായാലും ഇത് മുളച്ച് കിട്ടി എന്നുള്ളതിന് വലിയ സന്തോഷം. കാരണം ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രമേ മുളയ്ക്കുള്ളൂ, നല്ല കോൾഡ് അറ്റ്മോസ്ഫിയർ വേണം, നല്ല മുളയ്ക്കുള്ളൂ. ഞാൻ നേരിട്ട് പരീക്ഷിച്ച് നോക്കി, അത് വിജയിച്ചു. വെച്ചതിൽ ഒരു 90% മുളച്ചിട്ടുണ്ട്, 3-4 മുളയ്ക്കാത്തുള്ളൂ. അപ്പം മുളച്ചതെല്ലാം നമ്മൾ ഗ്രോ ബാഗിലേക്ക് മാറ്റണം. തണലത്താണ് ഗ്രോ ബാഗുകൾ ഇരിക്കുന്നത്, വെയിലത്ത് വയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം, ഇന്ന ആൾ ഇതാ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ അത് കാണുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 2 ചാനലുണ്ട്. ഈ ചാനലിൻ്റെ പേര് @agriculture-കൃഷി. ഇനി മറ്റൊരു ചാനലുണ്ട്, അത് ഇതിനേക്കാൾ മുമ്പ് തുടങ്ങിയതാണ്. അതിൻ്റെ പേര് @കർഷകൻ1. അങ്ങനെ 2 ചാനലുകളാണ് ഉള്ളത്. രണ്ടും ഒരുമാതിരി നന്നായിട്ട് പോകുന്ന കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ ആളുകളൊക്കെ കാണുന്നുണ്ട്, സന്തോഷം. കുറേ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു അഗ്രികൾച്ചർ എല്ലാവർക്കും കിട്ടും എന്ന് വിചാരിക്കുന്നു. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻ ഞാൻ എൻ്റെ വീഡിയോകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോകളൊക്കെ കാണുകയാണെങ്കിൽ പലർക്കും അത് കിട്ടും. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഗുണം ചെയ്തേക്കാം. ഇപ്പം നമ്മൾ വിത്തുകൾ ഗ്രോ ബാഗിൽ നടൽ കഴിഞ്ഞു. ഇനി എല്ലാം ഒന്ന് നനച്ച് കൊടുക്കണം. നമ്മൾ ഇട്ട മിശ്രിതം, മണ്ണും മണ്ണിര കമ്പോസ്റ്റും ഒക്കെ ചേർത്ത മിശ്രിതത്തിന് ഒരു ചെറിയ നനവുണ്ട്. എന്നാലും അത് പോരാ. അതുകൊണ്ട് അല്പം കൂടി ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1 ലിറ്ററിൻ്റെ ചെറിയ ഹാൻഡ് സ്പ്രേയർ ഉപയോഗിച്ച് അത് കൊടുത്ത് നനച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ ടോപ്പിൽ നമ്മളൊരു സാധനം ഇടുന്നുണ്ട്.
അതും നിങ്ങൾക്ക് കാണാം. അത് ഈ അടിയിലുള്ള മണ്ണ് ഉണങ്ങിപ്പോവാതിരിക്കാനായിട്ട് ഒരു കവർ, ആ ടോപ്പിൽ അടിയിലുള്ള മണ്ണും മിശ്രിതങ്ങളൊക്കെ ഉണങ്ങിപ്പോവാതിരിക്കാനായിട്ട് ഒരു കവർ കൊടുക്കുകയാണ്. ഇതൊരു സ്പെഷ്യൽ സാധനമാണ്, നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവില്ല. ഇത് തെങ്ങ്, നമ്മുടെ അവിടെ ഒരു തെങ്ങ് വെട്ടി ഇട്ടിരുന്നു. ആ തെങ്ങിൻ്റെ ഇളയ ഭാഗം, തലഭാഗം ദ്രവിച്ച് അവിടെ മണ്ണിൽ കടന്ന് ദ്രവിച്ച് അതിൽ നിന്ന് കിട്ടിയ ചകിരിച്ചോറ് പോലുള്ളൊരു പദാർത്ഥമാണത്. തെങ്ങിൻ്റെ തടിയാണിത്, പക്ഷേ പഞ്ഞി പോലെയാണ്, വളരെ ലൈറ്റ് വെയ്റ്റാണ്. നല്ലോണം അത് വെള്ളം ഹോൾഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ചകിരിച്ചോറിന് പകരമായിട്ട് ഞാൻ അതാണ് ടോപ്പിൽ കവർ ചെയ്യാൻ കൊടുത്തത്. എന്നിട്ട് അത് ഒന്നും കൂടെ നനയ്ക്കും. അപ്പോൾ അത് നല്ലപോലെ വെള്ളം പിടിച്ചു വയ്ക്കും. അപ്പോൾ അടിയിലുള്ള നമ്മുടെ മണ്ണിര കമ്പോസ്റ്റും മണ്ണിൻ്റെ മിക്സ്ചർ, അതിനടിയിലെ ഇല, അതിലെല്ലാം നനഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണങ്ങാതെ ഈ കവർ അതിന് സൂക്ഷിച്ചോളും. ഡ്രൈ ആവുകയോ ഓവർ ഹീറ്റ് ആവുകയോ ചെയ്യാത്ത നോക്കിക്കോളും. ഇത് നനച്ചിട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഒരു കൂളിംഗ് ഇഫക്റ്റ് ടോപ്പിലുണ്ടാവും. ഇത്രയും സമയം എൻ്റെ ഈ ചെറിയ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.